ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ഒരു ഡെസേർട്ട് ഐറ്റമായിട്ടാണ്. ഫ്രൂട്ട് കസ്റ്റാർഡ് വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് അത്യാവശ്യമാണ്. അപ്പോൾ ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ആപ്പിളും ഗ്രേപ്സും അതുപോലെ മാതള നാരങ്ങയുമാണ്. ഗ്രേപ്സ് 2 ടൈപ്പും ബ്ലാക്കും ഗ്രീനും എടുത്തിട്ടുണ്ട്. പഴം വേണ്ടവർക്ക് ചേർക്കാം. അതുപോലെ കസ്റ്റാർഡ് പൗഡർ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി കസ്റ്റാർഡ് പൗഡർ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 1/2 ലിറ്റർ പാലിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് അല്പം പാലെടുത്ത് ഈ കസ്റ്റാർഡ് പൗഡർ ഒന്ന് നന്നായി കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. ചൂടൻ പാലിലേക്ക് ഡയറക്റ്റ് ഇതിട്ടാൽ കട്ട പിടിച്ച് പോകും. അതുകൊണ്ട് നമ്മളിത് ആദ്യമേ തന്നെ മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. ഇപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്, കട്ടയൊന്നുമില്ല. ഇനി നമുക്ക് പാല് തിളപ്പിക്കാൻ വയ്ക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 3 to 4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. മധുരം ആവശ്യാനുസരണമാണ്, ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഇടുക. എന്നാലും അല്പം മധുരം ഇതിന് വേണം, ഇല്ലെങ്കിൽ അത്ര ടേസ്റ്റ് കിട്ടുകയില്ല. ഞാനൊരു 3 to 4 ടേബിൾ സ്പൂണിൻ്റെ ഇടയ്ക്ക് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം കുറച്ചിടണം, സിമ്മിലിട്ടാണ് ഇനി ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 2 മിനിറ്റോളം സിമ്മിലിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസി ആയി കിട്ടും. ഇതിപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് അല്പം ഒരു 3-4 ഡ്രോപ്സ് വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കൺസിസ്റ്റൻസിയിൽ മതി. ഇനി ഇത് ഓഫ് ചെയ്തിടാം. അതിന് ശേഷം ഇത് തണുത്തതിന് ശേഷമാണ് ഇനിയിപ്പോൾ നമ്മൾ കസ്റ്റാർഡ് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇത് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ടും ചെയ്യാം. പഴം, അതുപോലെ സ്ട്രോബെറി ആഡ് ചെയ്യാം, കിവി ആഡ് ചെയ്യാം, ഇഷ്ടമുള്ള ഏതും ഇട്ട് കൊടുക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡെസേർട്ടാണ്. കുട്ടികളൊക്കെ നന്നായി കഴിച്ചോളും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഞാനിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഈ ഫ്രൂട്ട് കസ്റ്റാർഡ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.